ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ 1-ാം ഞായർ. പരീക്ഷയുടെ കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പലരും പരീക്ഷ ചിലത് എഴുതി കഴിഞ്ഞു, എഴുതാൻ പോകുന്നു. പലർക്കും പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ ഭയമാണ്. തങ്ങളെ തോൽപ്പിക്കാൻ പരീക്ഷ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് ചിന്ത. സത്യത്തിൽ പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനല്ല, ജയിപ്പിക്കാനാണ്. പരീക്ഷയിൽ വിജയിക്കുന്നതിലൂടെയാണ് ജീവിതത്തിൽ നമ്മൾ മുന്നേറുക. പരീക്ഷയിലൂടെയാണ് നാം ആരാണ് എന്ന് നാം വെളിപ്പെടുത്തുക. പരീക്ഷയിലൂടെയാണ് നമ്മുടെ കഴിവുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തെളിയിക്കുക. ആ രീതിയിൽ പരീക്ഷകളെ നമ്മൾ നേരിടാനായിട്ട് തയ്യാറാകണം. ധീരതയോടെ പരീക്ഷയിൽ നിന്ന് ഒളിച്ചോടേണ്ടവരല്ല നമ്മൾ. ഈശോ പോലും പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കപ്പെട്ട ആളാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ 3 പരീക്ഷകൾ വന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുക. സത്യത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ മാത്രമല്ല, മരണം വരെയും കർത്താവിന് ഈ പരീക്ഷകളുണ്ടായിരുന്നു. അങ്ങനെ കർത്താവിനുണ്ടായ പരീക്ഷകളെയൊക്കെ നാടകീയമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ 3 പരീക്ഷകളിലൂടെ. ഉദാഹരണമായിട്ട് കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നീ കുരിശിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക, നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അത് ഈ കർത്താവിൻ്റെ 3-ാമത്തെ പരീക്ഷയെ ഓർമ്മപ്പെടുത്തും. സാത്താൻ പറയാണ്, ദേവാലയ ഗോപുരത്തെങ്കിൽ നിർത്തിയിട്ട് നീ അവിടെ നിന്ന് താഴേക്ക് ചാടുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അവിടെ സാത്താൻ ഉദ്ധരിക്കുന്ന ബൈബിൾ ഭാഗമുണ്ട്. സാത്താൻ പോലും ചിലപ്പോൾ ബൈബിൾ പറയും, ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി. നമ്മൾ സാധാരണ സാത്താനിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലുന്ന സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. ഇന്നത്തെ പ്രതിദിന സങ്കീർത്തനമാണത്. ആ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിനെ ഈ സാത്താൻ പരീക്ഷിക്കുന്നത്. പക്ഷെ എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ പരീക്ഷകളെല്ലാം ജയിച്ചു. അതാണ് കർത്താവിൻ്റെ ഉത്ഥാനം. ഇവിടെ നമ്മളെ തുടക്കത്തിലേ കാണുന്നത് ഈ 3 പരീക്ഷകളെയും കർത്താവ് ജയിച്ചു. സാത്താൻ കർത്താവിനെ വിട്ടുപോയി, താൽക്കാലികമായി വിട്ടുപോയി എന്ന് അവിടെ പറയുന്നത്. കാരണം പിന്നീടും സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ വരുന്നുണ്ടല്ലോ. കർത്താവ് പരീക്ഷകളെയെല്ലാം ജയിച്ചത് പ്രിയപ്പെട്ടവരെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് അവിടുന്ന് പരീക്ഷിക്കപ്പെടാൻ പോയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, നമുക്ക് തപസ്സുകാലവും ഒരു പരീക്ഷയില്ലേ, പരീക്ഷയുടെ കാലഘട്ടമല്ലേ. പരീക്ഷയെ ജയിച്ച് നമുക്ക് ശക്തരാകണം. ആത്മീയമായി ശക്തി ആർജിക്കാൻ, ആത്മീയമായി ഊർജ്ജം ഉൾക്കൊള്ളാൻ, പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ, സാത്താനെ തോൽപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കപ്പെടുക. അവിടെ കർത്താവിനെ പോലെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണം. ജ്ഞാനസ്നാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുക മരുഭൂമിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് പറയാണ്. വെള്ളത്തിൽ നിന്ന് കയറി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലാവുക എന്നുള്ളതാണ്. ദൈവമായിട്ട് നിരന്തര സംഭാഷണത്തിലാവുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തോട് നല്ല ഉചിതമായി പ്രത്യുത്തരിക്കുവാനും ശ്രദ്ധ വയ്ക്കുന്നത് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ആ പ്രാർത്ഥനയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നും ബോധപ്പെടുക. പ്രാർത്ഥനയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുക. അപ്പോൾ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, അതുപോലെ ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് കർത്താവ് സാത്താനെ നേരിടുന്നതും തോൽപ്പിക്കുന്നതും. അതേപോലെ തന്നെ ഉപവാസം കർത്താവിനോട് കൂടെ വസിക്കുന്ന അനുഭവമാണെന്ന് പറയാം. അതേപോലെ തന്നെ ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമ്മളെ തന്നെ ശൂന്യമാക്കുന്ന അനുഭവമാണ്. ദൈവസ്നേഹത്താൽ നിറയാൻ വേണ്ടി ഈ ലോകത്തിലെ സ്നേഹത്തെ ഒന്ന് മാറ്റിവെക്കുന്നു. നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ശരീരം കൊണ്ട്, ദൈവത്തിൻ്റെ അപ്പം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഭൗമികമായ ഭക്ഷണം ഒഴിവാക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹം നിറയണം. അതിന് നമ്മളിലെ വിരോധങ്ങളെയെല്ലാം ഒരു രൂപത്തിൽ നമ്മൾ വിട്ടുകളയുന്നു. ഒരു ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ് എന്ന് പറയാം. ദൈവത്താൽ നിറയപ്പെടാൻ വേണ്ടി നമ്മെ ശൂന്യമാക്കുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഉപവാസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരത്തെ മാത്രം ശൂന്യമാക്കിയാൽ പോരാ, നമ്മുടെ മനസ്സിനെയും
നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും എല്ലാം കർത്താവിന് വേണ്ടി, കർത്താവിനാൽ നിറയപ്പെടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് ശൂന്യമാക്കാൻ സാധിക്കണം ഈ തപസ്സുകാലത്തിലൂടെ. അങ്ങനെ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ദൈവവചനത്താൽ പ്രിയപ്പെട്ടവരെ സാത്താനെ തോൽപ്പിച്ചു, പരീക്ഷയെ ജയിച്ചു. ആ കാര്യമാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കാണുക. ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ, ഒന്നാമത്തെ വായനയിൽ ഇസ്രയേൽ ജനം ആദ്യ ഫലം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അവരവിടെ ഓർക്കുന്നത് എന്താ? തങ്ങളുടെ പൂർവ്വ കാര്യങ്ങൾ ഓർക്കുകയാണ്. അബ്രഹത്തിൻ്റെ പിതാവിൻ്റെ കാര്യം തുടങ്ങി. എന്നിട്ട് ഈജിപ്തിലെ അനുഭവം, ഈജിപ്തിലെ അടിമകളായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിലവിളിച്ചു, ദൈവം ഇടപെട്ടു, തങ്ങളെ മോചിപ്പിച്ചു. 40 വർഷത്തെ മരുഭൂമി വാസത്തിലൂടെ തങ്ങളെ ദൈവം ശുദ്ധീകരിച്ചു. ദൈവം തങ്ങളെ സ്വന്തമാക്കി. ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ സ്വന്തമായി ഇസ്രയേൽ തീർന്നത് ഈ മരുഭൂമി വാസത്തിലൂടെയാണ് പ്രിയപ്പെട്ടവർ. എന്നിട്ടാണ് അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുക. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ വിളവിലെ ആദ്യ ഫലങ്ങളെടുത്ത് ദൈവത്തോട് നന്ദിയാൽ നിറഞ്ഞ് കാഴ്ചവെക്കുന്ന ആ അനുഭവമാണ് ഒന്നാമത്തെ വായനയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർത്തനമുണ്ടല്ലോ, 91 സങ്കീർത്തനമാ സംരക്ഷണത്തിൻ്റെ, ദൈവം എത്രമാത്രം എങ്ങനെയെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നുവെന്ന് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുക. നമ്മൾ ഈ തപസ്സുകാലത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കേണ്ട സങ്കീർത്തനമാണത്. അതും അതേപോലെ 51 സങ്കീർത്തനം നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന സങ്കീർത്തനം. അതേപോലെ 23 സങ്കീർത്തനം കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്ന് ഏറ്റുപറയുന്ന സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് വായിക്കണം പ്രിയപ്പെട്ടവരെ. അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലുണ്ടാകട്ടെ. നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിറയുമ്പോൾ അത് അധരങ്ങളിലൂടെ വെളിപ്പെടും. അങ്ങനെ ദൈവത്തെ, കർത്താവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് രക്ഷയുടെ പാതയിലൂടെ മുന്നേറാൻ നമുക്ക് സാധിക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിനുണ്ടായ 3 പരീക്ഷകൾ നമ്മൾ കാണുക. ഇസ്രയേൽക്കാർ ഒരു വിധത്തിൽ 40 വർഷത്തെ മരുഭൂമി വാസത്തിൻ്റെ ഇടയിൽ അവരനുഭവിച്ച 3 പരീക്ഷകളെയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ 3 പരീക്ഷകൾ ഓർമ്മപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷത്തിലും ഈ 3 പരീക്ഷകൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്രമം അല്പം ഒന്ന് മാറിയിരിക്കുന്നു. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം ഈ കല്ലുകളെ അപ്പമാക്കാൻ പറയുന്ന ആ ഒന്നാമത്തെ പരീക്ഷ 2 ഒരേപോലെയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ളത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയെ ദേവാലയ ഗോപുരത്തിൽ നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ പറയുന്നത്, അത് ലൂക്കായിൽ വരുമ്പോൾ 3ാമത്തെ അതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം, ഈ ലൂക്ക ഉണ്ടല്ലോ ദേവാലയത്തിന് മുഖ്യ പ്രാധാന്യം കൊടുത്ത ആളാണ്. ലൂക്കയുടെ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദേവാലയത്തിലാണ്. അപ്പം ദേവാലയത്തിനും പ്രാർത്ഥനയ്ക്കും മുഖ്യ പ്രാധാന്യം കൊടുത്ത ലൂക്കാ സുവിശേഷകൻ ഈശോയുടെ ആ പരീക്ഷകളിൽ 3ാമത്തേതായിട്ട് ദേവാലയം സംബന്ധമായ ആ പരീക്ഷയെ അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ പരീക്ഷകളിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളാണ്. ഒന്നാമത്തെ പരീക്ഷ എന്താ? അവിടെ കല്ലുകളെ അപ്പമാക്കി തിന്നാൻ പറഞ്ഞു. കാരണം 40 ദിവസം കർത്താവ് ഒന്നും ഭക്ഷിക്കാതിരുന്നപ്പോൾ അതിയായി വിശന്നു. ആ വിശപ്പ് തീർക്കാൻ വേണ്ടി കല്ലുകളെ അപ്പമാക്കാൻ അതിനുള്ള കഴിവ് ഈശോയ്ക്കുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കൂ എന്നാ പറയുക. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാവോ? കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. മത്തായിലേക്ക് നോക്കുമ്പോൾ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വായിൽ നിന്നും പൊഴിയുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാവോ? ഈശോ പറയുക, ദൈവം എനിക്ക് കഴിവുകൾ തന്നത് എൻ്റെ സുഖത്തിന് വേണ്ടിയല്ല, പിന്നെയോ ദൈവം എനിക്ക് കഴിവ് തന്നത് മറ്റുള്ളവർക്ക് രക്ഷയേകാൻ വേണ്ടിയാണ്. ദൈവം എന്നെക്കുറിച്ച് തയ്യാറാക്കിയ പദ്ധതി നിവർത്തിക്കാൻ വേണ്ടിയാണ്. ദൈവം മഹത്വത്തിനും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമായി ഉപയോഗിക്കുവാൻ ദൈവം എനിക്ക് തന്ന കഴിവ് അത് സ്വാർത്ഥതയോടുകൂടി ഞാൻ ഉപയോഗിക്കില്ല. സ്വാർത്ഥത, അതാണ് പ്രിയപ്പെട്ടവരെ അവിടെ വന്ന പരീക്ഷ എന്ന് പറയുന്നത്. കർത്താവിനോട് സ്വാർത്ഥനാകാൻ പറഞ്ഞു.
ഇല്ല. കർത്താവ് പറഞ്ഞു, ഇല്ല, മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും അത്രേ. ദൈവത്തിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിവാക്കുക. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഇഷ്ടം വെളിവാക്കുക. ആ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാനാണ് നമ്മുടെ കഴിവുകളൊക്കെ എന്ന് ഈശോ ഒന്നാമത്തെ പരീക്ഷയെ ജയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ വെളിപ്പെടുത്തുക. എന്നിട്ട് കർത്താവിനുണ്ടായ രണ്ടാമത്തെ പരീക്ഷയായിട്ട് ലൂക്ക അവതരിപ്പിക്കുന്നത് എന്താ? മലമുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ലോകത്തെ മുഴുവനും കാണിച്ചു കൊടുത്തു. ഈ സർവ്വസമ്പത്ത് ഞാൻ നിനക്ക് തരാം, ലോകത്തെ മുഴുവനും ഞാൻ നിനക്ക് തരാം. ഒരു കാര്യം ചെയ്താൽ മതി, നീ എന്നെ ആരാധിക്കുക. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കാര്യം കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുക സാത്താനെ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും എന്താ ചെയ്യുന്നറിയാവോ? ഈ വിഗ്രഹാരാധനയുടെ പുറകിന് പോകുക. ദൈവത്തിന് മാത്രം തരാൻ സാധിക്കുന്ന ആ രക്ഷ തേടി ദൈവമല്ലാത്തവരുടെ പുറകിന് പോകുക. ദൈവമല്ലാത്തതിനെ ദൈവമായി കണ്ട് ദൈവത്തോടെന്ന പോലെ അതിനോട് പെരുമാറുന്നതിനെയാണ് വിഗ്രഹാരാധന എന്ന് പറയുക. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴുണ്ടല്ലോ ആൾക്കാർ ഈ മയക്കുമരുന്ന്, നമ്മൾ കുട്ടികളൊക്കെ ചിലപ്പോഴും മയക്കുമരുന്നിൻ്റെ പുറകിന് പോകുന്ന കാരണം എന്നറിയാവോ? മയക്കുമരുന്നുണ്ടെങ്കിൽ നീ ഇനി ഒന്നും പഠിക്കണ്ട, എല്ലാം നിനക്ക് വെളിവായി കിട്ടും എന്നുള്ള ആ വലിയ തെറ്റിദ്ധാരണ സാത്താൻ കൊടുക്കുന്നു. അതുകൊണ്ടാണ് പലരും പ്രിയപ്പെട്ടവരെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത്, അല്ലേ, ചാത്തൻ സേവ നടത്തി, മന്ത്രവാദം നടത്തി ഒക്കെ സാത്താനെ സേവിച്ച് ദൈവത്തെ ധിക്കരിക്കുമ്പോൾ അവിടെ നാശമാണ് അവർ വരുത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് രക്ഷയുടെ പാതയിലൂടെ നമ്മളെ നയിക്കുക. ദൈവത്തിന് പകരം ദൈവമല്ലാത്തതിനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് ദൈവത്തോടെന്ന പോലെ അതിനോട് പെരുമാറിയാൽ, നീയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന രീതിയിൽ വ്യക്തികളെയോ വസ്തുക്കളെയോ അനുഭവങ്ങളെയോ പ്രവൃത്തികളെയോ കണ്ടാൽ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം വിഗ്രഹങ്ങളല്ലേ? അത് വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്ന പോലെ നമ്മളെയും ആ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും. അവിടെ കർത്താവ് പറഞ്ഞു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതേപോലെ മൂന്നാമത്തെ പരീക്ഷ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ട് പറയാണ്, നീ താഴേക്ക് ചാടുക, അപ്പോൾ നീ ദൈവപുത്രനാണെന്ന് എല്ലാവരും അറിയും. അത്ഭുതം ചെയ്ത് അല്ലെങ്കിൽ മാജിക്കിലൂടെ നീ നിന്നെ തന്നെ ദൈവപുത്രനായി, ലോകരക്ഷകനായി, മിശിഹായായി വെളിപ്പെടുത്താൻ പറയുക. ഒരു വിധത്തിൽ മനുഷ്യൻ്റെ മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ചിന്തയിലേക്ക് അവിടെ വരും. എനിക്ക് നിങ്ങളെക്കാളെല്ലാം കഴിവുണ്ട്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം വരുമ്പോൾ അത് നമുക്ക് ഒരു വിധത്തിൽ പാപമാണ്, പരീക്ഷയാണ്. അഹങ്കരിക്കുവാനുള്ള പരീക്ഷയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് കൊടുക്കുന്നത്. നീ താഴേക്ക് ചാടിയാൽ ദൈവം നിന്നെ രക്ഷിച്ചുകൊള്ളും, തൻ്റെ കയ്യിൽ തന്നെ താങ്ങിക്കൊള്ളും. ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാ പറയുക. പലപ്പോഴും പലരും ഈ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അയ്യോ, അവർ ദൈവവചനമല്ലേ പറയുന്നത് എന്ന് ചിന്തിച്ച് അവരെ നമ്മൾ ശ്രവിക്കും. ദൈവവചനമാണ് അവർ പറയുന്നത് എങ്കിലും എന്തുദ്ദേശത്തോടു കൂടിയാണ് അത് പറയുന്നത് എന്ന ശ്രദ്ധയോടെ വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ സമീപിക്കാൻ, അതിന് പ്രത്യുത്തരമേകാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുവാൻ, നമ്മുടെ അഹങ്കാര ചിന്തകളെ വിടിഞ്ഞ് എനിക്കുള്ള കഴിവെല്ലാം ദൈവം തന്നതാണെന്നുള്ള ബോധത്തോടെ ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നേറാൻ എനിക്ക് പറ്റണം. ഞാൻ എൻ്റെ തന്നെ പ്രതാപം കാണിക്കുവല്ല വേണ്ടത്. എൻ്റെ തന്നെ പ്രതാപം കാണിച്ച് മറ്റുള്ളവരെല്ലാം ഒരു വിധത്തിൽ താഴേക്കാക്കുന്ന രീതിയല്ല നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈശോ പരീക്ഷയെ ജയിച്ചല്ലോ. ഈശോയെപ്പോലെ നമുക്കും പരീക്ഷയെ നേരിടാം, നമുക്ക് ജയിക്കാം. നമ്മൾ ഈ തപസ്സുകാലത്തിലൂടെ മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വരുന്ന പരീക്ഷകളാണെന്ന് ബോധപ്പെട്ട് നമ്മൾ അതിനെ വെറുക്കുകയല്ല, അതിനെ ഭയപ്പെടുകയല്ല, അതിനെ മാറ്റിവെക്കുകയല്ല, പിന്നെയോ ധൈര്യത്തോടെ ധീരതയോടെ നേരിടണം. കർത്താവിനെ പോലെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ഹൃദയം തുറന്ന പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവവചനം പ്രയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷകനെ നമ്മൾ നേരിടണം, പരീക്ഷകനെ തോൽപ്പിക്കണം, പരീക്ഷയെ നാം ജയിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവികരായി, ദൈവമക്കളായി നമ്മൾ മുന്നേറണം.
ഈശോ സ്നാനപ്പെട്ടപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, നീ എൻ്റെ പ്രിയ മകനാ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനെ തെളിയിക്കണമെന്ന് പറഞ്ഞാണ് സാത്താൻ വരുന്നത്. കർത്താവിന് അത് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കർത്താവിൻ്റെ ബോധ്യമായിരുന്നു അത്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് അതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൻ്റെ അവസാനം വരെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ വചനം, സ്നാനത്തിൽ പിതാവിൽ നിന്ന് കേട്ട വചനം, നീ എൻ്റെ പ്രിയ മകൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വചനം കർത്താവിനെ നയിച്ചു. ആൾക്കാർ പലതും കർത്താവിനെതിരെ പറഞ്ഞു. ഭ്രാന്തനെന്ന് പറഞ്ഞു, കുടിയനെന്ന് പറഞ്ഞു, വെറിയനെന്ന് പറഞ്ഞു, പാപി എന്ന് പറഞ്ഞു, പിശാചുബാധിനെന്ന് പറഞ്ഞു, മഹാ തെമ്മാടി എന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും വലിയ കുറ്റക്കാരനായി കർത്താവിനെ 2 കള്ളന്മാരുടെ നടുവിൽ അവർ ക്രൂശിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒന്നും കർത്താവിനെ തളർത്തിയില്ല. മരണത്തെ പോലും ജയിച്ച് ഉത്ഥിതനായി അവിടുന്ന് ഇന്നും ജീവിക്കുക. ഉത്ഥാനത്തിൻ്റെ വഴി പ്രിയപ്പെട്ടവരെ ഈശോ നമുക്ക് പറഞ്ഞു തരുക. നിൻ്റെ പരീക്ഷകളെ നീ ജയിക്കുക, നീ ഉത്ഥിതനാവുക. അതാണ് കർത്താവ് തരുന്ന ആഹ്വാനം. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണമേ, എന്നെ പ്രചോദിപ്പിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിരന്തര പ്രാർത്ഥനയിലൂടെ ഞാൻ അങ്ങുമായി നിരന്തര സമ്പർക്കത്തിലാകട്ടെ. നിരന്തരം അങ്ങയെ ശ്രവിക്കുവാനും നിരന്തരം അങ്ങയ്ക്ക് ഉചിതമായ പ്രത്യുത്തരമേകാനും എന്നെ പ്രാപ്തയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിലൂടെ കർത്താവിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിൽ പോലും നമുക്ക് കർത്താവിന് വേണ്ടി ഇടം കൊടുക്കാം. മറ്റെല്ലാം കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവിന് നമ്മൾ കടന്നു വരുവാൻ സാധിക്കത്തില്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ വസിക്കുക, കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം. അതിന് നാം കർത്താവിന് വേണ്ടി നമ്മിൽ ഇടം ഒരുക്കണം. അതേപോലെ പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ, വചനം നമ്മുടെ മനസ്സിൽ നിറയട്ടെ, വചനം നമ്മുടെ ശരീരത്തിൽ പോലും നിറയട്ടെ. നമ്മൾ ദിവ്യകാരനെ ഉൾക്കൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലോ അപ്പമായി അവതരിച്ച ദൈവവചനമാ ഈശോ. ആരാ? മനുഷ്യനായി അവതരിച്ച ദൈവവചനമാണ് ഈശോ. വചനം മനുഷ്യവചനമായി അവതരിച്ച ദൈവവചനമാണ് ബൈബിൾ. അപ്പമായി അവതരിച്ച ദൈവവചനമാണ് ദിവ്യ കുർബാന. ആ കുർബാന ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വചനത്താൽ പൂരിതരാകാം. പ്രാർത്ഥനയിലൂടെ ആത്മാവിൻ്റെ നിറവിൽ ദൈവവചനം പ്രയോഗിച്ച് ദൈവവചനം അനുസരിച്ച് അതിനെ ആധാരമാക്കി ഈശോയെപ്പോലെ ജീവിക്കുവാൻ, ഈശോയെപ്പോലെ പരീക്ഷയെ ജയിച്ച് ജീവിതത്തിൽ മുന്നേറാൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവർക്കും അനുഗ്രഹം പകർന്ന് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.